യു കെയിലെ നേഴ്സിംഗ് സ്റ്റുഡൻസ് കാറിലാണ് കിടന്നുറങ്ങുന്നത്. ഫുഡ് ബാങ്കിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പഠനത്തിൻ്റെ ഭാഗമായുള്ള ഹോസ്പിറ്റൽ പ്ലേസ്മെൻറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തു നോക്കിയാണ് യു കെയിലെ സ്റ്റുഡൻസ് സർവൈവ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ജോലിയുണ്ടോ അതുമില്ല. 2021 ശേഷം ഇംഗ്ലണ്ടിലെ നേഴ്സിംഗ് ആപ്ലിക്കേഷനിൽ 35% ഇടിവാണ് വന്നിരിക്കുന്നത്. അതിന് പ്രധാന കാരണം പഠിച്ച് ഗ്രാജുവേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്ന അവരുടെ സാമ്പത്തികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും മാനസികവും ഒക്കെ ആയിട്ടുള്ള സമ്മർദ്ദമാണ്. അല്ല, എങ്ങനെ സമ്മർദ്ദത്തിലാകാണ്ടിരിക്കും? കാരണം ഞാൻ ഈ പറയുന്ന ഒന്ന് കണക്കുകൂട്ടി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. 2024-2025 വർഷത്തിൽ 9535 പൗണ്ടാണ് ഒരു വർഷം സ്റ്റുഡൻസ് ഫീസായിട്ട് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ വാങ്ങുന്നത്. അതായത് 3 വർഷത്തേക്ക് 28,500 പൗണ്ട്. ഇനി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു വർഷത്തേക്ക് 14,500 പൗണ്ടിന് മേലെയാണ് ഒരു വർഷം ഈടാക്കുന്നത്. അതായത് 3 വർഷത്തേക്ക് ഏകദേശം 43,500 പൗണ്ടാണ് ചിലവാക്കുന്നത്. പിന്നെ 3 വർഷം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് 2300 മണിക്കൂർ തിയറിയും 2300 മണിക്കൂർ പ്രാക്ടിക്കലും ചേർത്ത് 4600 മണിക്കൂറാണ് തിയറിയും പ്രാക്ടിക്കലുമായിട്ട് ചിലവാക്കുന്നത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം, അതായത് ഇപ്പോഴത്തെ യു കെയിലെ നാഷണൽ മിനിമം വേജ് എന്ന് പറയുന്നത് 12 പൗണ്ട് 21 പെൻസാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ചിലവാക്കുന്ന 4600 മണിക്കൂർ ജോലി ചെയ്തിരുന്നെങ്കിൽ 12 പൗണ്ട് 21 പെൻസ് വെച്ച് 56,166 പൗണ്ടാണ് സമ്പാദിക്കാൻ പറ്റുക. കൊള്ളാമല്ല സംഭവം. പിന്നെ മറക്കല്ലേ, ഇതിൻ്റെ കൂടെ 3 വർഷത്തെ കോഴ്സ് ഫീയും കൂടെ ചേരുമ്പോൾ 99,666 പൗണ്ടാണ് 3 വർഷം കൊണ്ട് സമ്പാദിക്കാൻ പറ്റുക. ഏകദേശം 1 കോടി രൂപ. പിന്നെ അക്കോമഡേഷൻ, ഫുഡ്, ട്രാവൽ, സ്റ്റുഡൻസ് മെയിൻ്റനൻസ് ഫീസ്, കോഴ്സ് മെറ്റീരിയൽ ഫീസ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് ചിലവുകൾ വേറെ. ഞാൻ നോക്കിയിട്ട് വല്ല ആൾഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ജോലി ചെയ്തിരുന്നെങ്കിൽ മിനിമം സാലറി അവർലി 12 പൗണ്ട് 75 പെൻസാണ് കൊടുക്കുന്നത്. അത് ലണ്ടനിലാണെങ്കിൽ 14 പൗണ്ട് 5 പെൻസാണ് അവർലി കൊടുക്കുന്നതും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യം ഇല്ലയെന്ന് മാത്രമല്ല, സാലറിയോട് കൂടിയ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുകയും ചെയ്യും. സംഭവം എന്തായാലും കൊള്ളാം. സ്റ്റുഡൻസിൻ്റെ കഷ്ടമാണ് ഞാനിപ്പോൾ ഓർത്തത്. അത് ഞാൻ ഈ പറഞ്ഞ സ്റ്റുഡൻസിനെ നിരാശപ്പെടുത്താൻ അല്ല, അവരുടെ ഒരു അവസ്ഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻറ്റിലിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് യു കെയിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.